ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്നും അതുപോലെ പിങ്കി പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ള കാര്യം ഗൗതം ഇങ്ങനെ അവിടെ നിന്ന് അരുന്ധതിയോടും മഹേശ്വരനോടും എല്ലാവരോടുമായിട്ട് പറയാം. അപ്പോൾ പിങ്കി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രിയേച്ചി പോലും വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ വസന്തിനോടുള്ള ഇറിറ്റേഷൻ മാറിയ ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞപ്പം അതിന് നീ ഇപ്പം എന്തീ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു അച്ഛൻ. അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ വിശ്വസിച്ചിരുന്നത്. അതെ, അതൊക്കെ ഫേക്ക് ആയിരുന്നു എന്ന് തെളിഞ്ഞില്ലേന്ന് ചോദിച്ചു ഗൗതം. ആ സ്ഥിതിക്ക് അയാൾക്കും പ്രിയേച്ചിക്കും ഇനി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളായിട്ട് അതിനെതിരെ നിൽക്കണോ വല്യമ്മേ എന്ന് ചോദിച്ചപ്പോൾ എന്താ നീ പറഞ്ഞത്? എൻ്റെ മുഖത്ത് നോക്കി നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി ഗൗതം എന്ന് ചോദിക്കുകയാണ് വല്യമ്മ. നേരം അവന് വേറെ ഭാര്യയും മക്കളും ഉണ്ടോ എന്നുള്ള ആ കാര്യം കൊണ്ടൊന്നും അല്ല അവനെ കുടുംബത്തിൻ്റെ ശത്രുവായതെന്നുള്ള കാര്യം അരുന്ധതി പറയുക. ഇതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ മിഴിച്ചു നിൽക്കുക കേട്ടോ. ലക്ഷ്മിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ആ കാരണത്താലല്ല ഞാൻ പ്രിയയുടെ താലിച്ചരട് വലിച്ചു പൊട്ടിച്ച് അവന് മുഖത്തെറിഞ്ഞു കൊടുത്തത്. ആ ദ്രോഹി എൻ്റെ മഹാദേവേട്ടൻ്റെ മരണത്തിന് കാരണക്കാരനായതുകൊണ്ട് മാത്രമാണെന്നും പറഞ്ഞ് അരുന്ധതി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുക, ഇമോഷണലായിട്ട്. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുക നമ്മുടെ ലക്ഷ്മി. എൻ്റെ മഹാദേവേട്ടൻ്റെ കൊലയാളിയുടെ കൂടെ എൻ്റെ മോളെ ഞാൻ പറഞ്ഞു വിടണമെന്നോ? നീ ആൾ കൊള്ളാവല്ലോ. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം അതൊരിക്കലും നടക്കില്ലെന്നും പറഞ്ഞ് അരുന്ധതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അപ്പോൾ ഏട്ടത്തി എപ്പോഴും ആ ഒരു കാര്യം പറയുന്നത് നമ്മൾ ആരും നേരിൽ കണ്ട കാര്യമല്ലല്ലോ, വെറും കേട്ടുകേഴ്വിയുടെ കാര്യങ്ങൾ മാത്രമല്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പം, ലക്ഷ്മി നിന്നോടാരും അഭിപ്രായം ചോദിച്ചില്ലെന്ന് മഹേശ്വരൻ. ലക്ഷ്മിക്കും ഗൗതത്തിനും ഒക്കെ അത് പൊറുക്കാൻ പറ്റുന്ന നിസ്സാര കാര്യമായിരിക്കാം, പക്ഷേ എനിക്കും പ്രിയയ്ക്കും അതങ്ങനെയല്ലല്ലോ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളുടെ എല്ലാം അല്ലേന്ന് ചോദിച്ചു അരുന്ധതി. അത് കേട്ട് കഴിഞ്ഞപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിപ്പോയി. അത് കേട്ട് മഹേശ്വരനും തലയിൽ നിൽക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവൻ എത്രയൊക്കെ പുണ്യാളനാണെന്ന് ആരൊക്കെ പറഞ്ഞാലും അവൻ എനിക്ക് ശത്രു തന്നെയാ. എൻ്റെ ശ്വാസം നിലയ്ക്കും വരെ അവൻ എൻ്റെ മോളോടൊത്ത് ഒരു ജീവിതം ഉണ്ടാകില്ലെന്നുള്ള കാര്യം തറപ്പിച്ചു പറയുന്നു അരുന്ധതി. അതും പറഞ്ഞ് അരുന്ധതി കട്ടായത്തിൽ നിൽക്കുന്നു. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും പറഞ്ഞു വന്ന് അരുന്ധതി അവിടുന്ന് പോയപ്പോൾ ഏട്ടത്തി പറയുന്നത് കേൾക്കാൻ പറഞ്ഞ് ലക്ഷ്മിയൊക്കെ പിറകിയെന്ന് വിളിച്ചു. ആരും കേൾക്കില്ല. അപ്പോഴേക്കും മഹേശ്വരൻ, അതെ നിങ്ങൾക്ക് അമ്മയ്ക്കും മകനും ഇതിനെന്തിൻ്റെ കേടാ? പുറത്തേക്ക് എറിഞ്ഞാൽ പുകഞ്ഞ കൊള്ളിയായി. വീണ്ടും അത് പ്രിയയുടെ തലയിൽ വെച്ച് കെട്ടി ഇനിയൊക്കെ അടങ്ങുള്ളൂ എന്ന് ചോദിച്ചു ഇയാൾ ദേഷ്യപ്പെടുക. ഒന്നും പറഞ്ഞ് നിൽക്കുക ഗൗതം. പിന്നെ അവന് വേറൊരു ഭാര്യ ഉണ്ട് എന്നുള്ളത് അതെ, പിങ്കി പറഞ്ഞതിനേക്കാൾ വിശ്വാസമാണ് ഞങ്ങൾക്ക് നന്ദമോള് പറഞ്ഞതിനോട് എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ നന്ദയെ ഇതാക്കി പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം ഇങ്ങനെ അമ്മയ്ക്ക് നേരെ നോക്കുവാണ്. അവന് വേറെ വെപ്പാട്ടി ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് പുറത്തുനിന്ന് സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്ദ അയാളുടെ പെങ്ങളെ ഭാര്യയാക്കിയതുപോലെ ആയിരിക്കും അച്ഛന് കിട്ടിയ സൂചനകളല്ലേ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ഊഹാപോഹങ്ങൾ പരത്തി എല്ലാവരും ചേർന്ന് പ്രിയേച്ചിയുടെ ജീവിതം പന്താടുകയാണെന്ന് ഗൗതം പറഞ്ഞപ്പം ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയത് ഞാനൊന്നുമല്ല നിന്റെ സ്വന്തം ഭാര്യ തന്നെയാണ്. നീ ചെന്ന് അവളോട് ചോദിക്കുക, എൻ്റെ അടുത്തല്ലെന്നും പറഞ്ഞ് മഹേശ്വരനോടെ നിന്ന് പോയി. ലക്ഷ്മി ആണെങ്കിൽ മഹേശ്വരനെ പുറകിൽ നിന്ന് വിളിച്ചു. ആര് കേൾക്കാൻ? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. ഗൗതം അത് എടുക്കാനായിട്ട് മടിക്കുന്നു. എടാ നന്ദമോളല്ലേ വിളിച്ചത്, നീ എന്തിനാ അത് എടുക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചു ലക്ഷ്മി. അപ്പം എന്തിനാ ഞാൻ ഫോൺ എടുക്കുന്നത്? എന്ത് തെമ്മാടിത്തരം അവൾ കാണിച്ചത്? പേരും നുണ പറഞ്ഞ് ആ പാവം പ്രിയേച്ചിയുടെ മനസ്സ് വീണ്ടും കുത്തി നോവിച്ചില്ലേ അവളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, മോനെ അവളങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതല്ലേടാ, മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ എന്ന് അമ്മ. അപ്പം മതി അമ്മേ മതി, എന്ത് തോന്നിവാസം കാട്ടിയാലും അവൾ ഇനി ന്യായീകരിക്കണമെന്ന് ചോദിച്ചു മകൻ അമ്മയോട്. ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് അവളിങ്ങ് വരട്ടെ, മറ്റുള്ളവരുടെ ജീവിതം വെച്ചുള്ള അവളുടെ ഈ കുട്ടിക്കളി ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ടായി ഗൗതം. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയയാണ്. പ്രിയ ഇങ്ങനെ റൂമിലിരിക്കുന്നു. പിങ്കി ആണെങ്കിൽ പ്രിയയുടെ ചെവി തിന്നാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. പ്രിയേച്ചെടുത്ത് തല വെച്ചുകൊണ്ട് നടന്നവളല്ലേ അവള്, എന്നിട്ട് തലയ്ക്ക് തന്നെ അവൾ കൊത്തിയില്ലേ ആ വേഷപ്പാമ്പെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൗതം അപ്പുറന്നിപ്പുണ്ട് ഇതൊക്കെ കേട്ടോണ്ട്. നന്ദ വസന്ത് സാറിനെ പറ്റി ആ പച്ചക്കള്ളം പറഞ്ഞു പരുത്തിയത് കൊണ്ടല്ലേ വല്യമ്മായിക്ക് അവരുടെയൊക്കെ നിലപാടിന് മൂർച്ച കൂട്ടാനായിട്ട് പറ്റിയതെന്ന് ചോദിച്ചു. അതിപ്പോൾ എങ്ങനെയാ? എൻ്റെ വാക്കിന് ഇപ്പോൾ ആരാ ഇവിടെ വില കൽപ്പിക്കുന്നത്? ഞാൻ ആരാലേ എന്നൊക്കെ ചോദിക്കുകയാണ് പിങ്കി. ഗൗതം സത്യം അതല്ലെന്ന് ഞാൻ ആണയിട്ട് പറഞ്ഞാലും ആ പുണ്യാളത്തിൽ പറഞ്ഞ കള്ളത്തിനെ ഇവിടെയുള്ളവരും വില കൽപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പിങ്കി അവിടെ കിടന്ന ആളായിക്കൊണ്ടേയിരിക്കുന്നു. എന്താ ഗൗതത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ലേന്ന് ചോദിച്ചു. ഗൗതം നേരെ പ്രിയേച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, പ്രിയേച്ചി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാനിപ്പോൾ വല്യമ്മയോട് സംസാരിച്ച് നോക്കി, പക്ഷേ ഒരു രീതിയിലും വല്യമ്മ സമ്മതിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ
പ്രിയ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പ്രിയ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നു. പിങ്കി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിങ്കിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമല്ലോ. വസന്തി ഏട്ടൻ്റെ നിരപരാധിത്വം അംഗീകരിച്ച് തരാൻ വല്യമ്മ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പം അപ്പോൾ രഘുവരനുമായിട്ടുള്ള കല്യാണമായി മുന്നോട്ട് പോകാനാണോ തീരുമാനമെന്ന് ചോദിച്ചു പിങ്കി. ഇനിയിപ്പോൾ എന്തൊക്കെ കാണേണ്ടി വരും എൻ്റെ ഈശ്വര എന്നൊക്കെ പിങ്കി പറഞ്ഞപ്പോൾ അറിയില്ല, ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞ് ആത്മഹത്യ ഭീഷണി വരെ മുഴക്കിയിരിക്കുക വല്യമ്മ എന്നുമുള്ള കാര്യവും ഗൗതം പറഞ്ഞു. ഇനി ഒരൊറ്റ വഴിയുള്ളൂ ഗൗതം. അപ്പോൾ ഗൗതം ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക. ആ പൂവമ്പള്ളിക്കാരെ വിളിച്ച് സത്യം തുറന്നു പറയാം, അതേ നടക്കുള്ളൂ എന്നുള്ള കാര്യം പിങ്കി പറഞ്ഞു. ഇത് കേട്ടിട്ടും പ്രിയ അനങ്ങുന്നില്ല. പ്രിയ ഒന്നും മിണ്ടാതെ നിൽക്കുക. പ്രിയേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ആദ്യ ഭർത്താവ് വസന്താണെന്നുള്ള സത്യം, പ്രിയേച്ചിക്ക് രഘുവരനുമായിട്ടുള്ള കല്യാണത്തിൽ താല്പര്യമില്ല എന്നുള്ള സത്യം, ഇത് രണ്ടും നമ്മൾ അവരെ അറിയിക്കണം, അറിയിച്ചേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗൗതം ഇങ്ങനെ നേരെ നമ്മുടെ പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ പ്രിയ ഒന്നും മിണ്ടുന്നില്ലല്ലോ. പ്രിയേച്ചി, ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രിയേച്ചിയുടെ തീരുമാനം എന്താ, അതെന്താണെങ്കിലും പറയാനായിട്ട് പറഞ്ഞു നമ്മുടെ ഗൗതം. അപ്പോഴും പ്രിയ ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ അടിമൊഴി നോക്കി നിൽക്കുവാണ് അവിടെ നമ്മുടെ പിങ്കി. അപ്പോഴേക്കും പവിത്ര ഓടി അങ്ങോട്ടേക്ക് വന്നു. ഗൗതമേട്ടാ ഓടി വാ, വേഗം വാ, വലിയമ്മ തല ഇറങ്ങി വീണു വാ എന്നും പറഞ്ഞുകൊണ്ട്. അയ്യോ എന്നെ പറ്റിയേ, അയ്യോ അത് ചെല്ലുന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പവിത്ര അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രിയ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ തന്നെ അവിടെ നിൽപ്പുണ്ടേ. പെട്ടെന്ന് താഴെ അവരെല്ലാവരും ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിച്ച് തട്ടി എഴുന്നേൽപ്പിക്കുക. ഈ സമയത്ത് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാർ പതുക്കെ കണ്ണ് തുറന്നു വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പൂവമ്പള്ളിക്കാരുടെ മുന്നിൽ നമ്മുടെ അഭിമാനം തകർന്നു മണ്ണടഞ്ഞല്ലോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതത്തിന് മുന്നിൽ നിന്ന് കരയുക. ഇനി എന്തിനാണ് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ച് നമുക്ക് അങ്ങ് ആത്മഹത്യ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടത്തിന് സമാധാനപ്പെട്, ദേ അവർ ഇങ്ങനെ വിളിച്ചു പറയാനുള്ള കാരണം നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തന്വേഷിക്കാനാ? പ്രിയയ്ക്ക് ഇപ്പോഴും അവളുടെ മുൻ ഭർത്താവുമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ അവർ വിളിച്ചു പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുവാണ് നേരം അരുന്ധതി. അത് നമ്മൾ മറച്ചു വെച്ചു എന്നും നമ്മളവരെ ചതിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിൽ പരം ഒരു അപമാനം ഇനി എന്തുണ്ടാവാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് ഇവരെല്ലാവരും തകർന്നിരിക്കുക. നമ്മുടെ നന്ദയായിരിക്കും ഇത് ഒപ്പിച്ചത്. പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ നന്ദ അങ്ങോട്ടേക്ക് കയറി വന്നു. നന്ദ ഒരു ചിരിയൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും നന്ദേ നീ അമ്പലത്തിൽ പോയത് വെറുതെ ആയി പോയെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ചെന്ന് പറയാം. പൂവമ്പള്ളിക്കാർ കല്യാണത്തിൽ നിന്ന് പിന്മാറി മോളെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് ഇവരിങ്ങനെ സങ്കടപ്പെടുമ്പോൾ നന്ദയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് പിങ്കി. നന്ദയാണത് ഒപ്പിച്ചത്. പക്ഷെ ഇത് അവർക്കാർക്കും അറിയില്ല. എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചു മോളെ, എല്ലാ സ്വപ്നങ്ങളും. പ്രിയയുടെ നിശ്ചയവും നടക്കില്ല, കല്യാണവും നടക്കില്ലെന്നൊക്കെ പറഞ്ഞപ്പം കല്യാണ നിശ്ചയവും ഒന്നുമല്ല വല്യമ്മേ പ്രിയേച്ചിക്ക് ഇനി വേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ നന്ദ അന്നേരം പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുക. നല്ലൊരു ജീവിതമാണെന്നും അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, ആ പോംവഴി അതായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ നന്ദ അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുമോ ഇതെന്താ സംഭവം എന്നുള്ളൊരിതേ. അപ്പോൾ പിങ്കി ഇങ്ങനെ അസൂയോടുകൂടി നോക്കി നിൽക്കാം. അപ്പോൾ സാർ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ വിളിച്ചപ്പോഴേക്കും അദ്ദേഹം അകത്തേക്ക് കയറി വരുന്നു. ഇത് കണ്ടപ്പോഴേക്കും ഗൗതവും പിങ്കിയൊക്കെ ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അവയ്ക്ക് അങ്ങോട്ടേക്ക് കയറി വരുമെന്ന്. വസന്തിനെ കണ്ടപാടെ അരുന്ധതി അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി. ദ്രോഹി, നീ വീണ്ടും ഈ വീടിൻ്റെ പടി ചവിട്ടിയല്ലേ, എങ്ങനെ നിനക്ക് തോന്നിയടാ ഇവിടെ കാലുകുത്താൻ എന്നൊക്കെ ചോദിച്ച് മഹേശ്വര ഇവനെ വീടിന് പുറത്താക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ VK വളരെ അപമര്യാദയായിട്ട് ഇവർ പെരുമാറുമോ. ഇതൊക്കെ കണ്ട് ആകെ നിസ്സഹായതയോടുകൂടി അവർ നിൽക്കുക. അപ്പോൾ നമ്മുടെ മഹേശ്വരൻ ഞാൻ വസന്ത എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ വസന്തല്ല ഡോക്ടർ VK ആണെന്ന് പറഞ്ഞു. നിർത്തടാ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തയാൾ എടാ ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്നൊക്കെ ചോദിച്ചു. ഇവിടെ അവസാനമായി വന്നപ്പോൾ എങ്ങനെയാണ് തിരിച്ചു പോയതെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചിരിയോടുകൂടി പൊട്ടിച്ചെറിഞ്ഞ താലിച്ചരട് ഈ കയ്യിൽ ചുരുട്ടി പിടിച്ചത് ഞാൻ മറന്നിട്ടില്ലെന്ന് പറഞ്ഞു വസന്ത്. അതുകൊണ്ടല്ലേ ഞാൻ തിരിച്ചു വന്നത് എന്നുള്ള കാര്യം ചോദിക്കാം. അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശത്രുക്കളെല്ലാവരും. ഒന്നും മറന്നിട്ടില്ല, ഞാൻ മറക്കുകയില്ല എന്ന് പറഞ്ഞു വസന്ത്. അപ്പോൾ പിങ്കിയുടെ അടവുകളെ അല്ലെങ്കിൽ പിങ്കിയുടെ ചതിക്കുഴികളെ മറികടന്നുകൊണ്ട് നമ്മുടെ നന്ദയാണ് ഇപ്പോൾ അവിടെ സ്റ്റാറായി നിൽക്കുന്നത് നല്ലവരുടെ മനസ്സിൽ. അങ്ങനെ ആ ഒരു ഇതും കൂടെ സംഭവിക്കുമ്പോൾ സംഭവിച്ചു പോയ തെറ്റ് തിരുത്താനാണ് വന്നതാന്ന് പറയുമ്പോൾ താൻ ആരെ കാണാനാണ് വന്നത്, തൻ്റെ ആരെവിടെ ഇരിക്കുന്നതെന്ന് മോഹിനി ചോദിച്ചു. അപ്പോൾ ചെറിയമ്മയ്ക്ക് അത് അറിയില്ലേ എന്ന് ചോദിച്ചു വസന്ത്. എൻ്റെ പ്രിയ എവിടെയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുന്ധതി ഞെട്ടിപ്പോയി. അരുന്ധതി ഇങ്ങനെ ആകെ അന്താളിച്ച് ഇങ്ങനെ അവിടെ നിൽക്കും. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ വസന്ത് ഇങ്ങനെയൊക്കെ പറയും എന്നുള്ളത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇനിയും വേർപിരിഞ്ഞിട്ടില്ലാത്ത എൻ്റെ ഭാര്യയെ കാണാനാണ് ഞാൻ വന്നതെന്നും അവളെപ്പറ്റി പുതിയ കഥകളും മെനഞ്ഞ് എന്നെ നിങ്ങൾ തിരിച്ചയക്കാമെന്ന് നിങ്ങൾ കരുതണ്ട, എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് നന്ദ എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും നന്ദയെ നോക്കുക. ഇവൾ അവിടെയും കൂടും ഇവിടെയും കൂടും, ഇവൾ എന്തൊരുത്തിയാണെന്ന് ഓർത്തു. പിങ്കി പണിയെടുത്തത് വെറുതെ ആയേ, എല്ലാം കഴിഞ്ഞു. അപ്പം അങ്ങോട്ട് മാറുന്നും പറഞ്ഞ് അരുന്ധതി നന്ദയുടെ അടുത്തേക്ക് ചെല്ലുക.
നീ ഈ കുടുംബത്തെ ചതിക്കാറുന്നല്ലടി മഹാഭാബി എന്നും ചോദിച്ചു. അല്ല വല്യമ്മേ, ഞാൻ പ്രിയേച്ചിയുടെ സ്വപ്നവും ആഗ്രഹവും നടപ്പിലാക്കാൻ സഹായിക്കായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയയ്ക്ക് ജീവിതം ഉണ്ടാക്കാൻ നീ ആരാടിയെന്ന് അരുന്ധതി നന്ദയോട് ചോദിക്കാം. അവളുടെ അച്ഛൻ്റെ കൊലയാളിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നിന്നെ കൊന്നു കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞപ്പോൾ തൊടില്ല നിങ്ങൾ അവളെ എന്ന് പറഞ്ഞു. ഈ നമ്മുടെ വി കെ അങ്ങോട്ടേക്ക് ചെന്നു. തൊട്ടാ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു വി കെയുടെ അടുത്തേക്ക് മഹേശ്വരനും ചെന്നു. അപ്പോൾ ഞാനൊരു അസല് സർജനാണെന്നും ഈ കൈ ഞാൻ ഇവിടെ വെച്ചങ്ങ് മുറിച്ചെടുക്കും കൊച്ചാ എന്ന് നമ്മുടെ വി കെ. അത് കേട്ടപ്പം ദേ ഒരിക്കൽ നിങ്ങളെൻ്റെ പ്രിയേച്ചിയുടെ ഭർത്താവായിരുന്നു, ആ ബഹുമാനം വെച്ചു പറയുക, ഇറങ്ങിപ്പോകാൻ എന്ന് ഗൗതം പറഞ്ഞപ്പോൾ സാറേ വർഷം കുറേയായിട്ട് ഞാനിങ്ങനെ വായടച്ചിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞു നമ്മുടെ വി കെ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരും വല്ലാതെ നോക്കുക. ഇപ്പോൾ പറയേണ്ട നേരമായി എന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിന് നേരെ ചെന്നു. ഇനി ഞാനെല്ലാം പറയും എന്ന് നമ്മുടെ വി കെ. 10 വർഷമായിട്ട് ഈ തടവറയിൽ മരിച്ചു ജീവിക്കുന്ന എൻ്റെ പ്രിയയോട് കനിവ് തോന്നിയത് ഒരേ ഒരാൾക്ക് മാത്രമാണ്, നന്ദയ്ക്കാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കുക കേട്ടോ. ഗൗതം ഇങ്ങനെ വല്ലാത്തൊരു ദയനീയതയോട് നോക്കുന്നു. എല്ലാവരും കൂടെ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടും എനിക്കായി മാത്രം കാത്തിരിക്കുകയാണ് എൻ്റെ പ്രിയ എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞത് നന്ദയിലൂടെയാണെന്നുള്ള കാര്യം നമ്മുടെ വി കെ പറഞ്ഞു. അപ്പോഴും പിന്നെ അമ്പരത്തോടുകൂടി നോക്കുക. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് പ്രിയ മറ്റാരുടെയോ ഭാര്യയായിട്ട് കഴിയുകയാണ് എന്നുള്ള സത്യത്തെയാണെന്നൊക്കെ പറഞ്ഞ് ആ നന്ദയെ സാക്ഷി നിർത്തി ഇന്ദീപരം തറവാടിൻ്റെ നടുത്തളത്തിൽ വെച്ച് ഞാൻ എൻ്റെ പെണ്ണിനെ വീണ്ടും വിളിക്കുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ പ്രിയയുടെ പേര് നീട്ടി വിളിക്കുന്നു. അപ്പോൾ പ്രിയ വരുമോ എന്നുള്ള ഇതിലാണ്. അപ്പോഴേക്ക് ഈ ശബ്ദം കേട്ട് പ്രിയ മുകളിൽ വന്നപ്പോൾ അതേ പ്രിയ അവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഇവർ പരസ്പരം കണ്ടു. അപ്പോഴേക്കും നമ്മുടെ പ്രിയ സന്തോഷം കൊണ്ട് ഓടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരും കേട്ടോ. എന്താ പറയുന്ന ഒരു എന്തൊക്കെയോ ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോണു. എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ പടപടാന്ന് തീ പിന്നിക്കൊണ്ടിരിക്കുക. കാരണം പ്രിയ ഇവൻ്റെ കൂടെ പോകുമോ, ഇവൻ വിളിച്ചപ്പോഴത്തേനും പ്രിയ വന്നല്ലോ, ഇനിയിപ്പോൾ എന്താകും എന്നുള്ള ഒരു ടെൻഷൻ അതെല്ലാവർക്കും എന്തായാലും ഉണ്ടാവുമല്ലോ. എല്ലാവരും ഇങ്ങനെ ആകെ വെകളി പിടിച്ചിങ്ങനെ നിൽക്കുന്നു. പ്രിയ വന്ന് വി കെയുടെ മുന്നിൽ ഇങ്ങനെ നിറകണ്ണുകളോട് കൂടി നിൽക്കുമ്പോൾ മാറി നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നന്ദയും ലക്ഷ്മിയും മാത്രം സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. വരാൻ വൈകിയതിന് എനിക്ക് മാപ്പ് തരണം പ്രിയ എന്നുള്ള കാര്യം വി കെ പ്രിയയോട് പറയുക. അപ്പോഴും പ്രിയ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒരു രീതിയിലും ഇത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല ഇവർ പരസ്പരം കണ്ടത്. നന്ദ വളരെ ഹാപ്പി ആട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച് പോയി, നീ മറ്റാരുടെ ഭാര്യയായി കഴിയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതൊക്കെ നമ്മുടെ വി കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്നുള്ള കാര്യമൊന്ന് പറയുക ലക്ഷ്മി നമ്മുടെ പ്രിയ. എനിക്ക് ഒരിക്കൽ കൂടി കാണാൻ കഴിയുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ വരാതിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നോ പ്രിയ എന്ന് വി കെ സാറ് പ്രിയയോട് ചോദിക്കുന്നു. ഇവരുടെ സ്നേഹം അത്രത്തോളം ഉണ്ടെന്ന് അപ്പുറം നിന്ന് ഇവർക്കൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഇവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് നിനക്ക് അറിയില്ലേ പ്രിയ എന്ന് വി കെ ചോദിക്കുന്നു. അതൊക്കെ കേട്ടിട്ടും പ്രിയ ഇങ്ങനെ കരയുക. അപ്പോൾ ഇവള് നിൻ്റെ കൂടെ വരില്ല, അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ ഇവള് വരണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നീയല്ലെന്നും പറഞ്ഞ് അരുന്ധതി അങ്ങോട്ടേക്ക് ചെന്നു. പെറ്റമ്മയായ ഞാനാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ ഈ മോള് നിൻ്റെ കൂടെ ജീവിക്കില്ലടാ എന്ന് അരുന്ധതി. അവളുടെ അച്ഛൻ്റെ കൊലയാളിയായ നിനക്ക് എൻ്റെ പൊന്നുമോളെ ഞാൻ ഒരിക്കലും വിട്ട് തരില്ലടാന്ന് പറഞ്ഞപ്പോൾ ഷടാപ്പ് എന്നും പറഞ്ഞ് ഒച്ചയെടുത്തു നമ്മുടെ വി കെ. അപ്പോൾ അരുന്ധതി നടുങ്ങിപ്പോയിട്ടോ. അരുന്ധതി ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക. കാരണം അത്ര സൗണ്ടിലാണ് പറഞ്ഞത്. ഇനി ആ പച്ചക്കള്ളം നിങ്ങൾ പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വി കെ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഒച്ചയെടുത്തു. അരുന്ധതി ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ പല്ലൂർമി പിടിച്ച്. അപ്പോൾ ഞാൻ വെല്ലുവിളിച്ച് നിങ്ങളോട് ചോദിക്കുന്ന അരുന്ധതി അമ്മേ, എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നതെന്ന് എൻ്റെ നേരെ നിന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പതർച്ചയില്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴും അരുന്ധതി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പം ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണം ഞാനാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയില്ല അരുന്ധതി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വി കെ അവിടെ കിടന്ന് അല്ലമുറയിട്ട് പറയുന്നുണ്ടേ. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അരുന്ധതി അന്നേരം നിൽക്കുന്നു കലിപ്പോടെ. കാരണം നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥ അതുമാത്രമായിരുന്നു എന്ന് പറഞ്ഞപ്പം എന്തിനാടാ ഏട്ടത്തി ഇങ്ങനെ ഒരു കഥ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് എന്ന് ഈ മഹേശ്വരൻ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ വേർപിരിക്കാനാണെന്നും എന്നെയും പ്രിയയെയും വേർപിരിച്ച് അകറ്റിയതാണ് ഇവരെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കഥ ചമച്ചതുകൊണ്ട് നിന്നെയും പ്രിയയും വേർപിരിപ്പിച്ചത് ഏട്ടത്തിക്ക് ഞങ്ങൾക്ക് എന്താ നേട്ടം എന്ന് ചോദിച്ചപ്പോൾ നേട്ടം ഞാൻ നിങ്ങളുടെ പ്രിയ സ്വന്തമാക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിനും ആഠ്യത്വത്തിനും വലിയ നാണക്കേടാകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ അത് സത്യമാണെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും നമ്മുടെ ലക്ഷ്മിയൊക്കെ.
ഞാൻ കുലമഹിമയില്ലാത്ത, തറവാടിത്തമില്ലാത്തവൻ, സമ്പത്തില്ലാത്തവൻ, അങ്ങനെയുള്ള എന്നെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ആകുമായിരുന്നില്ല അരുന്ധതി അമ്മേ, അതല്ലേ കാരണമെന്ന് ചോദിച്ചു. പ്രിയ നേരം കരഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക, ഒന്നിനും പ്രതികരിക്കാതെ. എൻ്റെ പ്രിയയിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ നിങ്ങൾ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് വന്നതല്ലേ എനിക്ക് ആ കൊലയാളി പട്ടമെന്ന് ചോദിച്ചു. അപ്പം നുണ, പേരും നുണയാണെന്ന് അരുന്ധതി അവിടെ നിന്ന് പറഞ്ഞു. കണ്ണിൽ നോക്കി പറയുന്ന അരുന്ധതിക്ക് പറ്റുന്നില്ല, താഴെ നോക്കിയാണ് പറയുന്നത്. കേണൽ മഹാദേവൻ്റെ സർജറിക്ക് എൻ്റെ പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടും ഞാൻ അതിൽ നിന്ന് അവസാന നിമിഷം മാറി നിന്നില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അരുന്ധതി ഇങ്ങനെ നേരെ നോക്കാൻ പറ്റാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പോഴാണ് സത്യങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത്. അതായത് അരുന്ധതിയുടെ കൊടും ചതിയുടെ ആ ഒരു വലിയ കഥ പൊളിച്ചടുക്കി കൊണ്ടുവന്നത് നന്ദ മുഖേനയാണ്. അപ്പം എന്തായാലും നമ്മുടെ VK സാർ എല്ലാം പൊളിച്ചെടുക്കുന്നു. ആ സത്യം ആശുപത്രി രേഖകളിലുണ്ടെന്നും അതൊന്ന് അന്വേഷിച്ചറിയാൻ പോലും നിങ്ങളാരും സന്മനസ് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. എന്ത് രേഖയാ? അപ്പം അറിയില്ലേ നിങ്ങൾക്ക് അല്ലേ? അതിനു പകരം ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഡോക്ടർമാരെ ആരോ നിങ്ങൾ സ്വാധീനിച്ചു എനിക്കെതിരെ കള്ളം പറയാനായിട്ട്, ഇല്ലേ? നിഷേധിക്കാൻ പറ്റുമോ അരുന്ധതി അമ്മേ? പറ്റുമോ എന്ന് ചോദിച്ചു. അതൊന്നും എൻ്റെ ഓർമ്മയിലില്ലെന്ന് അരുന്ധതി. പിന്നെ ഞാനെന്തിനതൊക്കെ നിഷേധിക്കണം എന്നും ചോദിച്ചപ്പോൾ, വല്യമ്മേ ഈ കേട്ടത് വാസ്തവമാണോ എന്നാ ചോദിച്ചത് എന്നും നമ്മുടെ ഗൗതം ചോദിച്ചു. അപ്പം പച്ച കള്ളമാണെന്ന് അരുന്ധതി പറയുന്നു. ഇതൊക്കെ കേട്ട് മൊത്തത്തിൽ കഥ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവന്നേണ്ടിയിരിക്കുന്നു. അപ്പോൾ വേണ്ട ഗൗതം, അത് ചെയ്തത് ഈ സ്ത്രീയല്ല, ഇവരുടെ മനസ്സിൽ തിളച്ചു മറിയുന്ന ദുരഭിമാനമാണെന്നും നമ്മുടെ VK സാർ ഗൗതത്തിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗൗതം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഗൗതത്തിന് കാര്യം മനസ്സിലായി. വല്യമ്മ പിന്നെ ആരുടെ മുഖത്ത് നോക്കിയിട്ടില്ല. ആ ദുരഭിമാനം എനിക്ക് ഇത്രയേറെ ദുരിതങ്ങൾ സമ്മാനിച്ചിട്ടും എനിക്കതൊരു വേദനയായിട്ട് ഇന്നേ വരെ തോന്നിയിട്ടില്ല ഗൗതം. എന്നെ വേദനിപ്പിച്ചത് ആ പേരും കള്ളമല്ലേ എന്ന് എന്നോട് ചോദിക്കാതെ പ്രിയ വിശ്വസിച്ചതാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നേ. അപ്പം അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആകെ വിഷമമായി. ആ സത്യം എന്താണെന്നറിയാൻ എന്നെങ്കിലും എപ്പോഴെങ്കിലും പ്രിയ എന്നെ വിളിക്കുമെന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. നിന്റെ അമ്മ പൊട്ടിച്ചെറിഞ്ഞ താലിച്ചരടുമായി ഞാൻ പടിയിറങ്ങിയപ്പോഴും നീ എൻ്റെ പിന്നാലെ വന്നില്ല. എനിക്ക് അപ്പോഴും പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പ്രിയേ, ഇതൊക്കെയാണ് സംഭവിച്ചതെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ VK അവിടെ നിന്ന് പറയുന്നു. ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാമെന്നും പറയുന്നു. അങ്ങനെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയ നിൽക്കുന്നതല്ലാതെ പ്രതികരിക്കുന്നില്ല. ആ സമയത്ത് VK നമ്മുടെ നന്ദയുടെ നേരെ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക. എൻ്റെ പ്രിയ പ്രസവിച്ചത് ജീവനറ്റൊരു ശരീരമായിരുന്നു അല്ലേ അരുന്ധതി അമ്മേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അരുന്ധതി തീർന്നു പോയി. കാരണം അതുപോലെ ആ മനുഷ്യനെ അറിയിച്ചിരുന്നില്ല. അങ്ങനെ അതൊക്കെ കേട്ടിങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക ഇവർ. നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങളുമായി കാലം കാത്തു നിൽക്കുക, അതിനെല്ലാം മറുപടി നിങ്ങൾ പറയേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയെ പെടുത്തി VK കയറുമെന്ന്. യഥാർത്ഥ നായകൻ ശരിക്കും നമ്മുടെ VK തന്നെയാണെന്ന് തെളിയിച്ചു. അങ്ങനെ ഇതൊക്കെ കേട്ട് പ്രിയ വിഷമിച്ച് നിൽക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.